ഹലോ ഹായ്, തേരാപ്പരമലസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം വയനാട് കവർ ചെയ്തിട്ട് ഇന്ന് തന്നെ നമ്മൾ വൈകിട്ട് തിരിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ പഴശ്ശിരാജ അടക്കം ചെയ്ത ഒരു സ്ഥലവും പിന്നെ പഴശ്ശിരാജ മരിച്ച ആ ഒരു സ്ഥലവും കൂടിയാണ് കവർ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ബാണാസുര ഡാമും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പഴശ്ശി കുടീരം കേട്ടോ. ഇവിടെ ചെറിയൊരു പാർക്കും സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇതിപ്പം 1 മണിക്ക് ഓഫാണ്, ഇനിയിപ്പം 2 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാൻ വെച്ചിട്ട് കയറിയതാണ്. ഇനി നമുക്ക് പഴശ്ശി മരിച്ചൊരു സ്ഥലമുണ്ട്, അവിടെയും കൂടി പോകാനുണ്ട്. ഇതാണ് കേരളവർമ്മ പഴശ്ശിരാജ 1753 1805 കേട്ടോ. ആ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് കുടീരം എന്ന് പറയുന്നത്, ശവകുടീരം, പഴശ്ശി കുടീരം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് താഴോട്ട് പോകാം, അത് ഓപ്പൺ ആയില്ല. അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ ചെറിയൊരു പാർക്കും കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു കുറച്ച് കാണാനുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആക്കാനായിട്ടില്ല. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ച് നേരെ അടുത്ത് നമ്മൾ പറഞ്ഞ പഴശ്ശിയുടെ ഒരു മരിച്ചൊരു സ്ഥലമുണ്ട്, അവിടത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടോ, പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത്. മാവിലാന്തോട് കേട്ടോ സ്ഥലം, വയനാട്ടിൽ. അപ്പോൾ ബ്രിട്ടീഷുകാരോട് പൊരുതി വെടിയേറ്റ് മരിച്ചെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മോതിരം വിഴുങ്ങി മരിച്ചെന്ന് പറയുന്നുണ്ട് പിടികൂടുന്നതിന് മുന്നേ. അപ്പോൾ മുന്നേ ഞാൻ വന്ന സമയത്ത് ഇവിടെ ഇതുപോലൊരു പാർക്കോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ലൊരു പാർക്കും കാര്യം, കുറേ ഐതിഹ്യങ്ങളടങ്ങുന്ന ഒരുപാട് ഫോട്ടോകളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇത് വേറെ തന്നെ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കാണുന്ന ഒരു ഇത് കേട്ടോ. ഇനി ലൈറ്റ് ഷോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞത് മുകളിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് നോക്കാം. ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ഫ്രെയിമിലും കാര്യങ്ങളിലും ഓരോരോ അന്നത്തേതായ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ആ ഓരോ ഇതിനും ഓരോരോ അർത്ഥങ്ങൾ തന്നെയുണ്ട്. വീരപഴശ്ശിൻ്റെ സ്മൃതി മണ്ഡപം. ഇതെല്ലാം ഇപ്പം പണിത് ഉണ്ടാക്കിയതാണ്. മുന്നേ ഉള്ളത് ചെറിയൊരു സ്തൂപം മാത്രമുള്ള ഒരു വിളക്കെല്ലാം കത്തിക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അത് തൊട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ഇപ്പം പുതുതായിട്ട് പണി കഴിച്ചിട്ട് സ്മൃതി മണ്ഡപം പഴശ്ശിരാജൻ്റെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും പഴശ്ശിരാജ മോതിരം വിഴുങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അത് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ പിടിക്കും എന്ന് ഉറപ്പായപ്പോൾ മോതിരം വിഴുങ്ങി മരിച്ചു എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ശരിക്കും. അപ്പോൾ പഴശ്ശിരാജയുടെ മണ്ണിൽ നിന്ന് നമ്മൾ അടുത്ത്
ബാണാസുര ഡാമിലേക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അതൊക്കെ വരും വഴിയിൽ ഒരു വർഷം 2 വർഷമാകുമ്പോൾ കുറച്ചും കൂടി സെറ്റപ്പായി വരും. അപ്പോൾ നമുക്കിനി ബാണാസുര ഡാമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബാണാസുര ഡാമിലെത്തി. നമ്മളിവിടുന്ന് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അവിടെ നമ്മൾ ടിക്കറ്റിലെടുത്ത് ഒരാൾക്ക് 30 രൂപയാണ്. അപ്പോൾ 4 ആൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഡാമിൻ്റെ ഏരിയ കേട്ടോ കംപ്ലീറ്റ്. ഇവിടെ എന്താ ഇവിടെ ചിൽഡ്രൻസിന് വേണ്ട മറ്റേ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് കാറിൽ എന്താ മറ്റേ ആ സംഭവങ്ങളുണ്ട്. നമുക്ക് വരുമ്പോൾ നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പാന്ന് കയറിയിട്ട് മുകളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മളുടെ കൂടെയുള്ള ഒരാൾ ഇവിടെ ഇത് മുന്നേ വന്നിട്ടുണ്ട്. സച്ചുവാ കിച്ചുവാ അപ്പോൾ എന്താ പറയുക, എൻ്റെ ഷിബി രാരി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അറിയില്ല ആരാന്നുള്ളത്. നമ്മളെ യൂണിറ്റി ടീം, നമ്മളെ ടീം ടീച്ചേഴ്സ് നമ്മൾ വന്ന് നടന്നു. കോളേജിൽ ടൂർ വന്നല്ലേ? DL-Edന് പഠിക്കുന്ന സമയത്ത് വന്നതാണ്. നമ്മളിങ്ങനെ നടന്നതെല്ലാം ഓർമ്മ വരുവാ. എല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോസ് എടുത്തതും. അപ്പോൾ അവരോട് പറയും നമ്മളിവിടെ ഉണ്ട് നല്ലൊരു ഓർമ്മകൾ. അവരെ വിളിക്കണം. ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഷിബീൻ്റെ പൊട്ടത്തരവും ജീനിയും ഞാനും രാരിയെല്ലാം ഫോട്ടോസ് എടുത്തതും റിസ്വാൻ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഒരു ഓർമ്മ. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ മുകളിലെത്തി നോക്കാം. ഓക്കെ, ബോട്ട് സർവീസ് കിട്ടാണ്ടെന്തേ? ബോട്ട് സർവീസ് ഉണ്ട്, പക്ഷെ നമ്മൾ കുറേ ബോട്ടിങ് ചെയ്തില്ലേ ഇപ്പോൾ അടുത്തടുത്ത് തന്നെ. നല്ല സ്പീഡ് ബോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബാണാസുര ഡാം കേട്ടോ. ഇതിന് നടുക്കൽ ഓരോ ദ്വീപുകളുണ്ടല്ലേ. 1 2 3 4 5 കുറേ ഉണ്ട്. വെള്ളം കുറച്ച് അത്യാവശ്യത്തിന് വെള്ളമുള്ളൂ, പക്ഷെ നല്ലൊരു വേറെ തന്നെ ഒരു ഫീലിംഗാണ്. ഇവിടെ ആൾക്കാർ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇവിടെയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇപ്പം പ്രവേശിപ്പിക്കുന്നില്ല. അപ്പോൾ വരുന്നവർ ശ്രദ്ധിച്ചോളാം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വയനാട്ടിൽ ഒരു വകയുള്ള സ്ഥലത്തൊന്നും പ്രവേശിപ്പിക്കുന്നില്ല. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വണ്ടിയിലിരിക്കേണ്ടവരും വരുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ സച്ചു മാത്രം 12 വയസ്സ് ആ ഒരു ലെവലിലായതുകൊണ്ട് രക്ഷപ്പെട്ടത്. നമ്മളെ ബോട്ട് സർവീസ് ആട്ടെ ഇത്, ബാണാസുര ഡാമിൽ. ഇപ്പോൾ ഈ ബോട്ടിംഗ് ഒന്നുമില്ല, സ്പീഡ് ബോട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ അതിന് 950 രൂപയാണ് പറഞ്ഞത് കേട്ടോ ഒരു ട്രിപ്പിന്. കാമണിക്കൂറാണ് ട്രിപ്പ്. ഒരു റൗണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ വരികയാണ്. 950 രൂപ. എന്തേന്ന് 950 രൂപ പറഞ്ഞത്? അത് 15 മിനിറ്റേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പം ചെയ്തതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇത് നമ്മളിപ്പോൾ ഇത് ചെയ്തില്ല. ഏതായാലും കുറേ ബോട്ടിങ്ങും കാര്യങ്ങളുള്ളതല്ലോ. ലൊക്കേഷൻ അടിപൊളി കേട്ടോ. ഈ ബോട്ടിംഗ് ഒന്നുമില്ല, ആ ബോട്ടിങ് മാത്രമേ ഉള്ളൂ, സ്പീഡ് ബോട്ട് മാത്രം കേട്ടോ. നല്ല അടിപൊളി നെല്ലിക്കലുണ്ട് ടൊപ്പിലിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പ് കേട്ടോ. ഇവിടെ വലിയ ഊഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. വലിയ ആൾക്കാർക്കും ഇരുന്ന് ആടാൻ പറ്റും കേട്ടോ. കുറേ മരങ്ങളാണ്, നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ, നല്ല സെറ്റപ്പാണ്.
നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കേണ്ട വരും കേട്ടോ. കാരണം വെച്ചാൽ ഇനി നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് വീണ്ടും റിട്ടേൺ നാട്ടിലേക്കുള്ള പരിപാടിയാണ്, പ്ലാനിങ് ആണ്. അപ്പോൾ നോക്കട്ടെ, ബാക്കി എന്തെങ്കിലും വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ വരുന്ന വഴിയിൽ ഇങ്ങനെ കുറച്ച് തേയില കണ്ട, നല്ല അടിപൊളി കേട്ടോ തേയിലത്തോട്ടം കേട്ടോ, വലിയ തേയിലത്തോട്ടതാണ്. അങ്ങനെ ലോങ്ങിൽ അവിടെ ഉള്ളുണ്ട് ഫുള്ള് തേയില. ജസ്റ്റ് ഒന്ന് തേയിലത്തോട്ടം കണ്ടിയാൽ ഇവിടെ നിർത്തിയെന്നുള്ളൂ. പിന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് കണ്ട, ഇത് കംപ്ലീറ്റ് കാപ്പിയാണ്, മുകളിൽ കംപ്ലീറ്റ് കാപ്പി കേട്ടോ. കാപ്പി മുകളിൽ കാപ്പി, താഴെ ഭാഗത്ത് തേയില. അപ്പോൾ ഇത് ജസ്റ്റ് കണ്ടുതരാം, ഒന്ന് നിർത്തിയെന്നുള്ളൂ. നമ്മുടെ ഏലത്തിൻ്റെ ചെറിയൊരു തോട്ടം കേട്ടോ ഇത്. ഏലക്കായൊന്നുമില്ല, ഇത് അവിടെയെല്ലാം കുറച്ചുണ്ട്. ഏലത്തിൻ്റെ ചെറിയൊരു തോട്ടം ഇത്. ഓക്കെ, അപ്പുറം അതേപോലെ തന്നെ തേയിലയുണ്ട്. ഇത് ചെറിയൊരു തോട്ടം ഏലത്തിൻ്റെ. ഏലം പൂക്കുന്ന സമയമല്ല തോട്ടം, അതുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്. ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ എത്തി ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏലം കേട്ടോ, ഏലം ഏലം. ചുരത്തിൽ കണ്ട ലോറി ശരിക്കും പറഞ്ഞാൽ ഒടിഞ്ഞ് ഒറ്റൊരു ഇതായിട്ട് ഒടിച്ചിട്ട് കിട്ടില്ല. അവർ ബാക്കോട്ട് പിന്നെ വീണ്ടും എടുത്തു. വലിയ വലിയ ലോറി കേട്ടോ, അത്രയും റിസ്ക് എടുക്കാൻ ഈ ഡ്രൈവർമാർ ഇത്രയും ലോങ് വണ്ടി ഓടിയിരിക്കുന്നത് കേട്ടോ. അവർ 3, 4, 5 ദിവസം ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ നമ്മുടെ നാട്ടിലെത്തിക്കുന്നുണ്ടാവും. പച്ചക്കറി ആയാലും ബാക്കിയുള്ള സംഭവങ്ങളായാലും. നമ്മളിവരിൽ ശരിക്കും തന്നെ കുന്ന് കയറി വരുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സൈഡാക്കിയിട്ട് ആ വണ്ടിയിൽ ശരിക്കും വീഴണം. പക്ഷെ നമ്മൾ ചില ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള വണ്ടികൾ ശരിക്കും അത് കളിപ്പിക്കുകയും ചെയ്യും സൈഡിൽ നിന്ന് കൂടി കണ്ടല്ലോ. ഇങ്ങനെയുള്ള ലോങ് വണ്ടിയിൽ പിന്നെ നമ്മൾ ഒന്ന് ചവിട്ടി നമുക്കൊന്നും സംഭവിക്കാനില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോണ്ടോ, ജസ്റ്റ് ശരിക്കും സത്യമല്ലേ. അങ്ങനെ നമ്മളെ വയനാട് യാത്ര കഴിഞ്ഞ് നമ്മൾ മടക്ക യാത്രയിലാണ്. മാനന്തവാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക്. നമ്മളൊരു ശരിക്കും പറഞ്ഞ ഒരു ട്രയലായിരുന്നു, ഒരു ലോങ് യാത്ര എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ട്രയലായിരുന്നു. കാരണം നമുക്ക് കുറച്ചുകൂടെ ലോങ് പോകാൻ പറ്റുമെന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു യാത്രക്ക് മുന്നോടിയായിട്ടുള്ളൊരു ട്രയൽ യാത്രയായിരുന്നു ഇത്. ഇതിനകത്ത് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിക്കാണ്ട് ലോങ് പോകുന്നിടത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ ഈ യാത്രയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി അല്ലേ, മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അടുത്ത യാത്രയിൽ കുക്കിംഗ് നമ്മൾ തന്നെ ചെയ്യണമെന്നൊരു പരിപാടിയിലാണ്. ഇതിപ്പോൾ നമ്മൾ ഹോട്ടൽ ഭക്ഷണം അങ്ങനെ ഇങ്ങനെയല്ല ഉണ്ടായത്. അടുത്ത കുക്കിങ്ങും കൂടി നമ്മളാക്കിയിട്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കുറച്ച് സൈഡിലാക്കി കുക്കെല്ലാം ചെയ്ത് ടെൻറ്റെല്ലാം ഉണ്ട്. നമ്മൾ ടെൻറ്റൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ വരെ പറ്റില്ല. പകലെല്ലാം നമുക്ക് എവിടെയെങ്കിലും ടെൻറ്റെല്ലാം അടിച്ച് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ മെല്ലെ യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. പതുക്കെ നമ്മളെ യാത്രകൾ കൂടുതൽ നല്ല രീതിയിലേക്ക് ആക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അതെ, അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങളിങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും, വെറൈറ്റി ആയിട്ടുള്ള ഓരോ വീഡിയോകളും. പിന്നെ ഇപ്പം നമ്മൾ ബാണാസുര ഡാമെല്ലാം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു കോടയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയിട്ട് കയറിയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങ് എത്തുന്നവരെ തന്നെ ഇത് ഞാനിരുന്ന സ്ഥലമാണ്, ഇത് ഞങ്ങൾ നടന്ന സ്ഥലമാണ്. അത് നമ്മളെ കോളേജ് ടീംസിന്, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സിനെല്ലാം മനസ്സിലാവും. നമ്മളെ യൂണിറ്റിയിലെ എല്ലാവർക്കും മനസ്സിലാവും. അത് ആ ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഓർക്കാൻ പറ്റിയ നമ്മൾ പോയി ഇരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതെൻ്റെ ടീംസിനെ കാണുമ്പോൾ മനസ്സിലാവും. യൂണിറ്റി നമ്മളെ സ്വന്തം ടീം. പിന്നെ ഇവിടെ കൊറോണയിലും കഴിഞ്ഞ് ആൾക്കാരിൽ ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ എങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂട്ടിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം അവരെ കൂട്ടിയിട്ട് എല്ലായിടത്തുനിന്ന് കയറാനുള്ള ഇതില്ല, അലോഡില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി ഒരുവിധം എല്ലാം ഇപ്പൊ കൊറോണയെല്ലാം മാറി എല്ലാ സ്ഥലങ്ങളും ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ കുറെ 10 വയസ്സിന് താഴെ കുറെ കുട്ടികളെ മാറ്റി നിർത്തുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രം കണ്ടെടുത്തോളാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ തിരിച്ച് നാട്ടിലെത്തി കേട്ടോ. നമ്മളിതാ വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ നോക്കലാണ്. അപ്പോൾ വീടും ഇതൊക്കെ പിന്നെ പരിചയപ്പെടാം, പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ വയനാട് വീഡിയോ ആണ് മൊത്തം ചെയ്തിട്ടുള്ളത്. അതിന് പറയാനുള്ളത് നിങ്ങൾ ഏകദേശം കണ്ട്
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലോങ് ട്രിപ്പും കൂടി വരാനുണ്ട്, പ്ലാനിങ്ങിലുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ് സച്ചു പറയാനുള്ളത്? എങ്ങനെയുണ്ട് വയനാട് പോയിട്ട്? എങ്ങനെയുണ്ട് വയനാട്? പൊള്ളിയാണ്, കണ്ടാലും കണ്ടാലും തീരില്ല. ഭയങ്കര തണുപ്പാണ്. ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഇന്നലെ അത്ര ഉണ്ടായിരുന്നില്ല. ഇന്ന് ഫുൾ തണുപ്പായിരുന്നു. ക്ലൈമറ്റിൽ നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. കിച്ചു എങ്ങനെയുണ്ട് വയനാട് പോയിട്ട്? എങ്ങനെയുണ്ട് വയനാട് പോയിട്ട് രാവിലെ എണീച്ച അവിടുത്തെ തണുപ്പാണ്. ഹീറ്റർ ഒന്നും ഇല്ലാണ്ട് നടക്കും. എല്ലാ റൂമിലും ഹീറ്റർ ഉണ്ടാവും, എല്ലാ ഹോട്ടലിലും ഹീറ്റർ ഉണ്ടാവും. അത്രക്കും തണുപ്പാണ് രാത്രി ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്താ പറയാനുള്ളത്? ഒരു പരിധി വരെ എല്ലാവരും ടയേർഡായി, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് എല്ലാവർക്കും. അപ്പോൾ എന്താണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി വീഡിയോസൊക്കെ കാണും. നമ്മൾ പറഞ്ഞ പോലെ ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് എന്നും വരുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്തിട്ട് കാണും, നന്നായി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇന്നും നമ്മൾ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും സച്ചു അല്ലേ, എല്ലാവരും പവർഫുള്ളായിട്ട് ഇന്നും വരുന്നുണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, അതെ, പവർ വരട്ടെ, പവർ സച്ചു ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, ബൈ.